We are fighting here an election against the LDF, which is fully supported by the BJP. നമ്മൾ ഇവിടെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണ്ണമായി ബിജെപിയുടെ പിന്തുണയോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള ഒരു പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. On one side is the UDF and on the other side is a combination of LDF and BJP. ഈ പോരാട്ടത്തിൽ ഒരു ഭാഗത്ത് UDFും മറുഭാഗത്ത് LDFും BJPയും കൂടിയുള്ള ഒരു സംയുക്ത മുന്നണിയുമാണ്. One famous economist many years ago said that there is a hidden hand in the market. ഒരു പ്രമുഖനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കുറെ നാൾ മുമ്പ് പറഞ്ഞു, നമ്മുടെ ഈ മാർക്കറ്റിൽ ഒരു അദൃശ്യമായ കരമുണ്ട് എന്ന്. And he was making a point about economics. അദ്ദേഹം സാമ്പത്തിക തത്വശാസ്ത്രത്തെ കുറിച്ച് ഒരു കാര്യമാണ് സൂചിപ്പിച്ചത്. But here in the Kerala elections there is a hidden hand of the BJP. പക്ഷേ ഇവിടെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ ഒരു അദൃശ്യമായ കരമുണ്ട്. And the BJP does not want the LDF, does not want the UDF here, because they know that the only force that challenges them in the country is the Congress party. ബിജെപിക്ക് കേരളത്തിൽ UDF വരണമെന്ന് ആഗ്രഹമില്ല. കാരണം അവർക്ക് കൃത്യമായിട്ട് അറിയാം, അവരെ വെല്ലുവിളിക്കുന്ന ഏറ്റവും വലിയ ശക്തി കോൺഗ്രസ് ആണ്. We have a ideological difference, fundamental ideological difference with the BJP and the RSS. നമുക്ക് ബിജെപിയോടും RSSനോടും ഏറ്റവും അടിസ്ഥാനപരമായ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്കുണ്ട്. And the BJP understands that the left front LDF can never challenge them at the national level. ബിജെപിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, ദേശീയ തലത്തിൽ ഇവിടുത്തെ LDFന് അവരെ ഒരിക്കലും വെല്ലുവിളിക്കാൻ ഉള്ള ശക്തിയില്ല എന്നുള്ളതറിയാം. And they also know that if they are in power in Delhi, then any LDF government in Kerala is fully under their control. അതുമാത്രമല്ല, അവർക്കറിയാം, അവർ ഡൽഹിയിൽ അവർ അധികാരത്തിലുണ്ടെങ്കിൽ കേരളത്തിലെ ഏതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരുണ്ടെങ്കിലും